ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് കേട്ടോ. നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 3 പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ ബ്രെഡും 3 പീസുകളായിട്ടൊന്ന് കട്ടാക്കി എടുക്കുക. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില, 2 ടേബിൾ സ്പൂണ് തേങ്ങ, 1/4 സ്പൂണിൽ കുറവ് ഉപ്പ്, 1/2 സ്പൂണ് ഏലക്കായ പൊടിച്ചത്, 1/4 സ്പൂണ് ചില്ലി ഫ്ലെക്സ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് കൊണ്ട് ഈ ഒരു ബ്രെഡ് പൊരിക്ക് നല്ല ടേസ്റ്റാട്ടോ. നല്ല ക്രിസ്പിയാണത്. നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി ഇതിലേക്കൊരു 2 സ്പൂൺ അളവിൽ പാൽ കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി വെക്കുക കേട്ടോ. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും ഇതുപോലെ ഈ ഒരു മിക്സിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ബ്രെഡിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ വശം ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. ഇനി ഇത് ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് ഈ മിക്സിയിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഈ ഒരു ബ്രെഡ് ഫ്രൈക്ക്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാകാൻ വെക്കുക. സിമ്മിൽ വെച്ചതിന് ശേഷം ഓരോരോ ബ്രെഡായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടുന്ന സമയത്ത് സിമ്മിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സിമ്മിൽ വെച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാത്രം തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി പതുക്കെ ഓരോന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിൽ വെച്ച് തന്നെ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ഫ്രൈ ആട്ടോ അത്. ഏലക്കായും കൂടെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ ഒരു ബ്രെഡ് ഫ്രൈക്ക്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ബ്രെഡ് ഫ്രൈ ആണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതാണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ബ്രെഡ് ഫ്രൈ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.